അന്നും ഇന്നും എന്നും കിച്ചണ് ജോലി ചെയ്യുന്ന എല്ലാവരുടെയും തലവേദനയാണ് നമ്മുടെ സവോള അരിച്ചിൽ. അതൊരു സംഭവം തന്നെയല്ലേ. കണ്ണ് നീറി നമ്മൾ കരഞ്ഞിട്ടാണ് സവോള അരിയുന്നത്. ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കിച്ചൺ ടിപ്പുമായിട്ടാണ്. ഈ ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മെൻ എന്ന് പറയില്ലേ, ശരിക്കും അത് തന്നെ കേട്ടോ. ഇപ്പോൾ പല കാര്യങ്ങളും ഞാൻ മോളുടെ കയ്യിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാത്ത പല കാര്യങ്ങളും ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്കറിയാം. അങ്ങനെ പഠിച്ചു ഒരു ടിപ്പ്, അത് കിച്ചണിൽ നമുക്കെല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ ഒരു സാധനമാണ് ഞാനിന്ന് പറയുന്നത്. ഇതാണ് അമേരിക്കയിലെ സവോള. ദേ ഇത്ര വലുതാണ്. നമ്മളെ ബാംഗ്ലൂർ ഡേയ്സിനകത്ത് പറയുന്നത് പോലെ വലിയ തക്കാളിയുള്ള സ്ഥലമാണെന്ന് പറയുന്ന പോലെ വലിയ തക്കാളിയും വലിയ സവോളയും. ദേ ഇതിൻ്റെയൊക്കെ സൈസ് ഈ ഒരെണ്ണ ഇട്ടാൽ മതി നമുക്കുള്ള കറിക്കുള്ളതായി. ഒരു 2 എണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 കിലോ ആകും. ഇതുപോലെ തന്നെ തക്കാളിയുടെ കാര്യം, ഇതുപോലെ വലിയ സൈസുള്ള തക്കാളി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സവോള കഴിഞ്ഞ ദിവസം ഞാനിവിടെ നിന്ന് അരിഞ്ഞപ്പോൾ കണ്ണിക്കൂടെ കുടുകൂടാ വെള്ളം വരുവാണ്. അപ്പം എൻ്റെ മോൾ ഇത് കണ്ടിട്ട് എന്നോട് ചോദിച്ചു എന്തിനാ കരയുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സവോള അരിഞ്ഞിട്ട് കരയുന്നത്. അവൾ പറഞ്ഞു തന്നൊരു ടിപ്പ് ഞാനിന്ന് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരാം. ഭയങ്കര യൂസ്ഫുൾ, വളരെ സിമ്പിള്, നമുക്ക് ആർക്കും എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ. ഈ സവോള അരിയുമ്പോഴേ കരയാണ്ടിരിക്കാനായിട്ട് പല ടെക്നിക്സ് പലരായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചിലരിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് അരിയും. ചിലരെന്ത് ചെയ്യും, നാക്ക് നീട്ടി വെച്ച് അരിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത ചിലർ ചെയ്യുന്നത് എന്താ, ഹെൽമെറ്റ് വെച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ കൂളിംഗ് ഗ്ലാസ് വയ്ക്കും. ഇതൊന്നും അല്ലല്ലോ, ക്ലിയർ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് തലയിൽ വെച്ച് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പല പല ടെക്നിക്സ് പലരും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനേക്കാളൊക്കെ എഫക്റ്റീവായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. അപ്പോഴേ ഇത് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ സയൻറ്റിഫിക് സെക്ഷനിലേക്കൂടെ ഒന്ന് പോകാം. നമ്മുടെ ഈ സവോള മണ്ണിൽ വളരുമ്പോൾ മണ്ണിലുള്ള സൾഫേറ്റിനെ വലിച്ചെടുക്കും. അപ്പോൾ ഇത് നിറച്ച് സൾഫേറ്റാണ്. അപ്പം മണ്ണിൽ നിന്ന് പറിച്ച് നമ്മൾ ഈ സവോള എടുക്കുമ്പോൾ ഇത് നിറച്ച് സൾഫേറ്റാണ്. അപ്പം നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് സൾഫേറ്റും ചില എൻസൈമും പുറത്തു വരുന്നു. ഈ പുറത്തു വരുന്ന എൻസൈമേ വെള്ളം അന്വേഷിക്കും. അപ്പം നമ്മളിങ്ങനെ നിന്ന് കട്ട് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വെള്ളം എവിടെയാണ്, നമ്മുടെ കണ്ണിലുണ്ട്. അപ്പോൾ ഈ എൻസൈമ് നമ്മുടെ കണ്ണിലെ വെള്ളവുമായിട്ട് ആക്ട് ചെയ്തിട്ട് ഒരു സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവുകയാണ്. ഈ സൾഫ്യൂരിക് ആസിഡ് നീറ്റലുള്ള സാധനമാണ്. അപ്പം നമ്മുടെ കണ്ണ് ഓട്ടോമാറ്റിക് മെക്കാനിസമായ ലാക്രിമൽ ഗ്ലാൻഡിൽ നിന്ന് വെള്ളം വരും ഇതിനെ സൾഫ്യൂരിക് ആസിഡിനെ തുടച്ചു നീക്കാനായിട്ട്. അപ്പോൾ ഈ വെള്ളം വരുന്നതാണ് നമ്മൾ കരയുന്നത്. സൾഫ്യൂരിക് ആസിഡ് നീറ്റിലുണ്ടാക്കും. അപ്പം വെള്ളം വന്ന് ഈ സൾഫ്യൂരിക് ആസിഡിനെ മായ്ച്ച് കളയുന്ന അതാണ് ഇതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള തിയറി. ഏത് കൊച്ചുകുട്ടിയാണേലും പറഞ്ഞു തരുന്ന കാര്യങ്ങളിനകത്ത് കഴമ്പുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഇവൾ പറഞ്ഞു തന്ന കാര്യവും ശരിയാണോ എന്ന് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കി കേട്ടോ. പരീക്ഷിച്ചു, 100% സക്സസ് ആണ്. അതുകൊണ്ടാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോളേ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമേ വെള്ളം അന്വേഷിച്ചാണ് പോകുന്നത്. ഇതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റവും അടുത്ത് കിട്ടുന്ന വെള്ളം എവിടെയാണ്, നമ്മുടെ കണ്ണിൽ. അപ്പോൾ കണ്ണിന് പകരമായിട്ട് വേറൊരു വെള്ളം വെച്ച് കൊടുത്താലേ ഈ കണ്ണീര് അതേപടി നിൽക്കും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അതിനായിട്ട് വളരെ ഈസി ആയിട്ടൊരു സ്റ്റെപ്പാണിത്. ഇത് നമ്മുടെ കിച്ചൺ നാപ്കിനാണ്. ഒരു നാപ്കിൻ പീസ് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുക. ഒറ്റ പീസിൻ്റെ ആവശ്യമുള്ളൂ, ബാക്കി നമുക്ക് അവിടെ തന്നെ വെച്ചേക്കാം. എന്നിട്ട് ഈ പീസ് നമ്മളൊന്ന് നനയ്ക്കുക. പച്ചവെള്ളത്തിൽ നനച്ചാൽ മതി. കാണിക്കാം, ബാ. വെള്ളത്തിൽ നമ്മളൊന്ന് നനയ്ക്കുന്നു. വെള്ളം ഇതിൽ നിന്ന് ഡ്രിപ്പ് ചെയ്ത് വീഴുന്നുണ്ട്. ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് വയ്ക്കാം. ഇതാണ് ഞാനിപ്പോൾ നനച്ചെടുത്ത നമ്മുടെ ടിഷ്യൂ. ഇതങ്ങ് അടുത്ത് തന്നെ വെക്കുക, നമ്മുടെ കട്ടിംഗ് ബോർഡിന് അടുത്തായിട്ട് ഇത് വെക്കുക. ഇനി നമുക്കിതേണ്ടേ ഒരു പിച്ചാത്തി എടുക്കുക, ഒന്ന് കട്ട് ചെയ്യാം. ഒരു തുള്ളി പോലും നമ്മൾ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. കാരണം അവന് എങ്ങോട്ടാണോ വെള്ളത്തെ അട്രാക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തൊട്ടടുത്ത് കൊടുത്തു. നമ്മുടെ കണ്ണിൻ്റെ ദൂരേക്കായാലും തൊട്ടടുത്താണ് ഈ നാപ്കിൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനിയൊന്ന് കട്ട് ചെയ്ത് നോക്കിക്കേ, ഒരു തുള്ളി വെള്ളം പോലും വരില്ല.
ഇതാണ് ഇതിൻ്റെ ബേസിക് സയൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു ഇതിനകത്തുള്ള തിയറി. അപ്പം നമ്മൾ കാടടച്ച് വെടിവെക്കുന്ന പോലെ പല കാര്യങ്ങൾ ചെയ്ത് നോക്കുക. ഞാനിത് മുറിച്ചു, അല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ ഇവിടെ മുറിക്കുമ്പോഴത്തേക്കും ഞാൻ കണ്ണിൽ നിന്നിങ്ങനെ കുടുകുടാ വെള്ളം ഒഴുകുമായിരുന്നു. ഇപ്പോൾ ഒഴുകുന്നില്ല, കാരണം ഇതിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ടുള്ള നമ്മൾ സാധനത്തിനെ അടുത്ത് വെച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. എത്ര കട്ട് ചെയ്താലും ഇനി നമ്മൾ കരയില്ല കേട്ടോ. ഒന്നുകൂടെ മുറിക്കാം. ഇനി നമുക്ക് ഹെൽമെറ്റും വേണ്ട, കൂളിംഗ് ഗ്ലാസും വേണ്ട, പ്ലാസ്റ്റിക് കവറും വേണ്ട. ഇങ്ങനെ ഒരു നാപ്കിൻ നനച്ച് വെച്ചിട്ട് ഉള്ളി കട്ട് ചെയ്തോ, എത്ര ഉള്ളി വേണേൽ കട്ട് ചെയ്യാം. പിന്നെ ഫ്രിഡ്ജ് വെക്കുന്ന ഒരു നല്ല ഐഡിയ കേട്ടോ, കാരണം അതിനകത്തോട്ട് ഇവിടെ വെള്ളം അബ്സോർവ് ചെയ്യുകയാണ്. അപ്പോൾ വെള്ളം ആ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇത് വെളിയിലോട്ട് വന്ന് നമ്മുടെ കണ്ണിനെ അവർ എഫക്റ്റ് ചെയ്യുന്നില്ല. സോ ആർക്കും ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആണ്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. അപ്പോഴേ നമ്മൾ ഉള്ളി നമ്മൾ നടുവേ മുറിച്ചു. ഇനി നമുക്കിതിനെ ചെറുതാക്കി കൂടെ മുറിച്ച് വെച്ചേക്കാം. അപ്പം നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ടല്ലോ. ഒരു തുള്ളി പോലും നമ്മുടെ കണ്ണീര് വരില്ല, കണ്ണ് നനയത്ത് പോലുമില്ല. കാരണം ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ അവനെ അട്രാക്റ്റ് ചെയ്യാനുള്ള വെള്ളത്തിനെ നമ്മൾ സൂക്ഷിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. ഇതാണ്ടേ, ഇത് മുഴുവൻ അരിഞ്ഞാൽ പോലും ഒന്നും സംഭവിക്കില്ല. കാരണം അത്ര നന്നായിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്താണ് നമ്മുടെ ടിഷ്യൂവിനെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത്രയും വലിയ സബോള ഞാൻ അരിഞ്ഞു കഴിഞ്ഞു. വേണ്ട ഹാഫ് പോർഷനും അരിഞ്ഞു. പക്ഷേ ഇതുവരെ എൻ്റെ കണ്ണിൽ നിന്ന് ഒരിറ്റ് വെള്ളം പോലും വന്നില്ല, കണ്ണ് നനഞ്ഞിട്ടുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തേക്ക് ഇത് ആവശ്യമില്ല, അതുകൊണ്ട് നമുക്കിതിനെ ഫ്രിഡ്ജ് വെച്ചേക്കാം. അപ്പോൾ ഫ്രിഡ്ജ് വെക്കുമ്പോൾ സബോള എപ്പോഴും മൂടി തന്നെ വെക്കണം. ഇത് ഒന്നാമതെ കട്ട് ചെയ്ത സബോള വെക്കുമ്പോൾ ഡെഫിനറ്റായിട്ട് മൂടി വെച്ചിരിക്കണം. അല്ലാത്തതാണെങ്കിൽ പൊളിച്ച് വെച്ചാൽ പോലും നമ്മൾ കവറിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ഒക്കെ നന്നായിട്ട് മൂടി പൊതിഞ്ഞ് തന്നെ വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് ബാക്കി എല്ലാ ഫുഡിലും ആകും. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്തില്ല, ഇത് മാത്രം ഞാനിങ്ങനെ കട്ട് ചെയ്തു. നമുക്കിനി ആവശ്യമനുസരിച്ച് കട്ട് ചെയ്താൽ മതിയല്ലോ. ഇങ്ങനെയുള്ള ഈ സിമ്പിൾ ടെക്നിക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇനി നമ്മുടെ അടുക്കളയിൽ കരഞ്ഞുകൊണ്ട് നമുക്ക് ഉള്ളി കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. നമുക്ക് ഇങ്ങനൊരു കാര്യം ചെയ്താൽ മാത്രം മതി. അപ്പോഴേ നമ്മൾ മുറിച്ചെടുത്ത നമ്മുടെ ഈ സവാള നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ചേക്കാം. ആവശ്യം പോലെ എടുക്കാം. ഞാനിങ്ങനെ ഒരു കണ്ടെയ്നറിനകത്താക്കി അടച്ച് തന്നെയാണ് വയ്ക്കുന്നത്. സവാള എപ്പോഴും അടച്ചു വയ്ക്കണം, അല്ലെങ്കിൽ ബാക്കി എന്തൊക്കെ ഫുഡ് അതിനകത്ത് ഇരിപ്പുണ്ടോ അതിനെല്ലാം ഇതിൻ്റെ സ്മെല്ല് വരും. സോ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് ഇതിനെ കൂടെ വെച്ചേക്കാം. ആ സവോള മുഴുവൻ കട്ട് ചെയ്ത് വെച്ചു. എൻ്റെ കണ്ണ് ഒട്ടും നിറഞ്ഞിട്ടില്ല കേട്ടോ, അതേപടി തന്നെ ഇരിക്കുന്നു. ഇതൊരു പ്രൂവ്ഡ് തിയറിയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാനും പറ്റും, കണ്ണെന്ന് അറിയത്തില്ല. അങ്ങനെ അടുത്ത ഒരു ടിപ്പുമായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.